കേരളത്തിലെ 1250 ക്ഷേത്രങ്ങളുടെ ദൈനംദിന ചിലവുകൾക്ക് ആശ്രയിക്കുന്നത് ശബരിമലയിലെ വരുമാനത്തെയാണോ? BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ നൽകിയ മറുപടി ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക രഹസ്യം ഇപ്പോൾ വെളിപ്പെട്ടതോടുകൂടി തന്നെ ശബരിമല വിഷയത്തിൽ 1250 ക്ഷേത്രങ്ങളും ശബരിമലയുടെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുകയാണോ എന്നത് ഒരു പ്രധാന ചോദ്യമായി ഉയരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് പുതിയ ചർച്ചയ്ക്ക് ഇതിവിടെ തുടക്കമിട്ടിരിക്കുകയും ചെയ്യുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ കീഴിൽ, അതായത് ഈ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഏകദേശം 1250 ക്ഷേത്രങ്ങൾ അവരുടെ ദൈനംദിന ചിലവുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ തന്നെയുള്ള പ്രധാന വരുമാന സ്രോതസ്സായി ശബരിമലയെ ഉപയോഗിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. MLA ജിനീഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ശബരിമലയിൽ നിന്നുള്ള വരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സെന്നും അതിൽ നിന്ന് അതിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാലന പ്രവർത്തനങ്ങൾക്കും മറ്റു ചിലവുകൾക്കും ഈ തുക വിനിയോഗിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം തുടങ്ങിയ ഗണ്യമായ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ കണക്കും അവരുടെ വഴിപാടുകളുടെയും തുക എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ശക്തമാകുന്നത്. നിയമസഭയിൽ സമർപ്പിച്ച മറുപടിയിലെ മറ്റൊരു ശ്രദ്ധേയമായ പരാമർശം ഇതാണ്. അതായത് കൂടൽ മാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വാർഷിക ചിലവ് ലഭ്യമാക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതലാണ് എന്നും ഇവിടെ ഇതിലൂടെ തന്നെ ഈ വിവാദമായ പരാമർശത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക സംവിധാനം കോമൺ ഫുൾ ഫണ്ട് അടിസ്ഥാനമാക്കിയാണ് എന്നും ശബരിമല ഉൾപ്പെടെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം നിയമപരമായ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് വിനിയോഗിക്കുന്നത് എന്നതുമാണ് ഇവിടെ ദേവസ്വം ബോർഡിന്റെ മുൻകാല വിശദീകരണമായി പറയുന്നത്. ശബരിമലയുടെ വരുമാനമാണോ ശരിക്കും ഇത്തരത്തിൽ 1250 ക്ഷേത്രങ്ങളുടെ പ്രധാന ആശ്രയമെന്നും അതോ ഇത്തരത്തിൽ കോമൺ ഫുൾ ഫണ്ടിനെ കുറിച്ചുള്ള മന്ത്രിയുടെ വിശദീകരണം തെറ്റായ അതായത് അദ്ദേഹം പറഞ്ഞ ഈ ഒരു പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണോ എന്നതാണ് മറ്റൊരു പ്രധാനമായ ചോദ്യമായി ഇവിടെ ഉയരുന്നത്. മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്ന ആവശ്യം പോലും ഭക്തരുടെയും വിവിധ സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഇവിടെ ശക്തമാവുകയാണ്. അതായത് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ വിഷയം മറ്റു തലത്തിലേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും ശബരിമലയിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വരുമാന സ്രോതസ്സിനെ കുറിച്ചുള്ള മറ്റു ചില വെളിപ്പെടുത്തലുമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.